കുക്കിംഗ് വ്ലോഗ് തുടങ്ങുകയാണ് കൂട്ടുകാരെ. വണ്ടി നിൽക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ബൈപ്പാസിലാണ്. NH67 പിച്ചക്കാര് പോലെ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ടാണ് ഇപ്പൊ നമുക്ക് കിട്ടും വഴി. അത് മഞ്ഞപ്പൊടിന്നില്ല, ഗരം മസാല, ചിക്കൻ മസാല, ചിക്കൻ മസാല, ബിരിയാണി മസാല, ആദ്യത്തെ ബിരിയാണി മസാല, രണ്ടാമത്തെ അത് മുളക് പൊടി. മുളക് പൊടി കൂടുതൽ കുറച്ച് കൂടുതൽ തെറ്റാണോ? ഇത് നമ്മുടെ ആയിക്കോട്ടെ. എന്നിട്ട് ഇതിനെ പിടിച്ചാൽ താവില്ലെങ്കിൽ അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യാം. ഷേക്ക് വെൽ ബിഫോർ യൂസ്. ഓക്കെ, ഇനി ഇതിൽ ഓണാവുണ്ട് നോക്കാം. ഇപ്പൊ ഓക്കെ ഇവിടെ കൂട്ടിന് കുറങ്ങില്ലേ? എന്റെ പണി കത്തി കത്തി കത്തി. അണ്ടിപ്പരിപ്പ് മുന്തിരിക്കട്ടാ തിരുമ്പോ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടാണ് ആ ഉള്ളി ഇടേണ്ടത്. എന്റെ വീട്ടിൽ കുക്കറും പലവിധ സാധനങ്ങളും ഉണ്ട്. പുറത്ത് കളയലടാ ഇറക്കാനുള്ള പാത്രം സാധനം ഇവിടെ. ഉപ്പിട്ടത് ആ മതി 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 മതി. അബിനെ നമ്മൾ തലാശിലാണോ? അബിക്ക് അറിയാലോ നമ്മൾ അബിനെ തലാശിലാണ്. പച്ചമുളക് കിട്ടാ തുമ്മ കണ്ടിട്ട് മനസ്സിലായില്ല. പച്ചമുളക് കിട്ടുന്നത് മല്ലിച്ചേപ്പിട്ടോ പുതിന പുതിന അതിലിടലിടല്ലേ. മിക്സ് ചെയ്യടാ. സവാള ഉണ്ട് ചെറുതായിട്ട് അരിഞ്ഞു. അങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കി അവിടെ നിന്നല്ലേ ഒരു. എത്ര ഗ്ലാസ് എടാ? 3 മതി. 3 അധികല്ലേ? വേറെ നോക്ക്. നടുറോട്ടിൽ നിന്ന് അരി കഴിക്കുന്ന ഡോക്ടർ മിലിറ്ററി ഡോക്ടർ മാമ്പള്ളി സനീഷ് കുമാർ മിലിറ്ററി ജീവൻ പണയം വെച്ച് അങ്ങ് എന്താ അങ്ങ് കാശ്മീരി. നമ്മുടെ ചെറിയ കുക്കർ ബിരിയാണിയാണ് ഇന്നലെ ഉണ്ടാക്കി. നല്ല നൈസായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല സ്ക്യൂസി ആയിരുന്നു, ചില്ലി ആയിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഒരു ബിരിയാണി കട തുടങ്ങാൻ സാധ്യതയുണ്ട്. ഞങ്ങളങ്ങനെ ബിരിയാണി കട തുടങ്ങുകയാണെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വേണ്ടി ഹാജരാന്നുള്ളത് ജസ്റ്റ് ഓക്കെ. ഗരം മസാല ഇട്. ഗരം മസാല ഇട്ടോ. ബിരിയാണി മസാല ബിരിയാണി മാറി ഇറച്ചിച്ചോറായിട്ട്, പക്ഷെ ചോറ് ഗംഭീരമായിരിക്കും ഞാൻ മനസ്സിലായത്. അടിപൊളിയാണ്, സൂപ്പറാണ്. നമ്മൾ കഴിക്കുന്നു. ഇന്നത്തെ ബിരിയാണി ഇന്നലത്തെ അടിപൊളിയാണ്. ഇത് ഇറച്ചിച്ചോറിന്റെ ബിരിയാണി ഉള്ള ഇന്നത്തെ കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇറച്ചിച്ചോറ് മതി 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 മതി. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് തിന്നാനുള്ളതല്ലേ. നല്ല എന്ത് പോയത് അണ്ണാക്ക് പൊള്ളിക്കണ്ട ഇന്നലത്തെ പോലെ.
ഞമ്മൾ ഉത്തരവാദിയല്ല കേട്ടാ. ഞങ്ങൾ ഉത്തരവാദിയല്ല അണ്ണാക്ക പൊള്ളിയാണ് ആക്രാന്ത് नहीं चाहिए तुमको मालूम है आक्रांत नहीं चाहिए ഇപ്പോഴും ഞങ്ങൾ പറയുന്നുണ്ട് അണ്ണക്ക് പൊള്ളി ഞങ്ങൾ ഉത്തരവാദില്ല. हमारा तुम्हारा इടപാട് नहीं अण्णाक പൊള്ളിയാൽ अभी हम खाएंगे ना तू क्या खाएगा ഇതെന്തുണ്ടായി ഇതാ ഈ സാധനത്തിൽ ഇത് എന്ത് സംഭവം ഉണ്ടായിട്ടാ എടുത്തില്ലേ അടിപൊളി രണ്ട് തക്കാളി ഒരു സവാള നമ്മളെ യാത്രയില് ഇത് കറക്റ്റ് വൃത്തിയുടെ കുഴപ്പമൊന്നുമില്ല കരിഞ്ഞ മണല്ലങ്ങോ ആദ്യമായിട്ട് ബോറ് ബിരിയാണി കഴിക്കുന്നത് ബോറ് ബിരിയാണി ബോറാണ് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചോളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ രസമല്ല പക്ഷേ അടുത്ത പ്രാവശ്യം സൂപ്പറായിട്ട് ഉണ്ടാക്കും ആശയ്ക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ ആശ 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 ആശാനെ കാണുമ്പോൾ ആശ കണക്കില്ലേ ആശനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് ഉണ്ടാക്കണം. എന്നാലും രാത്രി ഭയങ്കര രാത്രി ആയാലും ലേറ്റ് ഇല്ലാത്ത കാരണം വീഡിയോ എടുക്കാൻ പറ്റാതെ ഇന്നലത്തെ അടിപൊളി ബിരിയാണി ഞാനേ ഇന്നലെ രാത്രി ഒരുപാട് സമയമുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കഥ പറഞ്ഞ് സമയമെടുത്തിട്ട് ബിരിയാണി വെച്ചതുകൊണ്ട് ഇന്നത്തെ ബിരിയാണി വാസ് പെർഫെക്റ്റ് ബിരിയാണി. നിങ്ങളെ കാണിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, കാരണം ഇരുട്ടായിരുന്നു, എക്സ്പെൻസിൻ്റെ കുറവുണ്ടായിരുന്നു. ഇന്നത്തെ ബിരിയാണി വെച്ചു. ബിരിയാണിക്കല്ല ഉദ്ദേശിച്ചത്, ഇറച്ചിച്ചോറാണ് ഉദ്ദേശിച്ചത്. ഇനി ബിരിയാണി ആവുകയാണെങ്കിൽ ബിരിയാണി ആവട്ടെ. എളുപ്പത്തിൽ 25 മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് പ്രിപ്പയർ ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശം. എന്തായാലും ബിരിയാണിക്ക് എത്തിയില്ല എന്ന് ഇറച്ചിച്ചോറിന് വിട്ട ഒരു സാധനം ഉണ്ട്, പക്ഷേ ടേസ്റ്റ് അത് അടിപൊളിയാണ്.